കേരളത്തിന് പുറത്ത് പ്രവർത്തിക്കുന്ന വ്യവസായ സംരംഭങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് നിയമ കയർ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. റബ്ബർ അധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ വെള്ളൂരിൽ ആരംഭിക്കുന്ന കേരള റബ്ബർ ലിമിറ്റഡിന്റെ ഭരണവിഭാഗം ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ ഈ പദ്ധതി മുഖ്യമന്ത്രി ഞങ്ങളുടെ മുൻപിൽ വയ്ക്കുമ്പോൾ ഞങ്ങൾ പിന്നീട് അതിന്റെ പലതരങ്ങളിലെ ചർച്ചകളിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി. ഇതിന്റെ അത്യന്തികമായ ലക്ഷ്യം നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതോടൊപ്പം പ്രധാനമായും കോട്ടയം ജില്ലയിലെ റബ്ബർ കർഷകർക്കുള്ള വരുമാനം വർദ്ധിക്കുക, അതാണ് ഒന്നാമത്തെ ലക്ഷ്യമായി കണക്കാക്കിയിരുന്നത്. അതിനെന്ത് ചെയ്യാൻ കഴിയും? അതിലിപ്പോ ഒരു ഘട്ടത്തിൽ ഇവിടെ മന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി, 2011 തോന്നുന്നു. വ്യവസായ രംഗത്ത് വളരെ സാധ്യതകളുള്ള കോട്ടയത്തെ വ്യാവസായിക ഹബാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. തെരഞ്ഞെടുത്ത 6 നിക്ഷേപകർക്ക് റബ്ബർ അധിഷ്ഠിത വ്യവസായങ്ങൾ ആരംഭിക്കാനുള്ള സമ്മതപത്രം മന്ത്രി കൈമാറി. മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിച്ചു. റബ്ബർ കർഷകരെ സഹായിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ KRL പോലുള്ള ആശയങ്ങൾ പ്രാവർത്തികമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. റബ്ബറുമായി ബന്ധപ്പെട്ട വ്യവസായം സമാരംഭിക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനം കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് എന്ന് പറയുന്ന പബ്ലിക് സെക്ടർ കേന്ദ്ര ഗവൺമെന്റ് അടച്ചുപൂട്ടി വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ ആ വിൽപ്പനയ്ക്ക് വെച്ചത് ഏറ്റുവാങ്ങിയതാണ് കേരള സംസ്ഥാന ഗവൺമെന്റ്. അപ്പോൾ കേന്ദ്രത്തിന് കഴിയാത്തത് കേരളത്തിന് കഴിയുന്നു എന്നതാണ് ഈ പദ്ധതി കൂടി ഉദ്ഘാടനം ചെയ്യുമ്പോൾ നടക്കാൻ പോകുന്നത് എന്ന അഭിമാനത്തോടെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ രൂപത്തിൽ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു 3000 പേർക്ക് നേരിട്ടും 5000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കാവുന്ന രൂപത്തിലേക്കുള്ള റബ്ബർധിഷ്ഠിത വ്യവസായങ്ങളുടെ ഒരു കേന്ദ്രമായി കേരളം മാറുകയാണ്. ഇങ്ങോട്ട് കടന്നു വരുന്നവർക്ക് അവരുടെ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ടാവുന്നു. വിഴിഞ്ഞം അതിൻ്റെ അനന്ത സാധ്യതകളിലേക്ക് വരികയാണ് വലിയ രൂപത്തിൽ. അപ്പോൾ ആ കാര്യത്തിൽ കോട്ടയത്ത് നിന്ന് തന്നെ നമുക്ക് എക്സ്പോർട്ട് പ്രോഡക്റ്റുകൾ കയറ്റിയിരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പുതിയ സാധ്യതകൾ കൂടി കടന്നു വരികയാണ്. അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP, MLA-മാരായ CK ആശ, മോൻസി ജോസഫ്, അഡീഷണൽ ചീഫ് സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം വിജയമ്മ ബാബു, കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗീസ്, വെള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ യൂസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചെറുകിട ഇടത്തരം സംരംഭകർക്കായി എല്ലാ സൗകര്യങ്ങളോടും കൂടി 157.04 ഏക്കർ ഭൂമിയിൽ 390 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്.